സംഘടന തുടങ്ങിയ കാലം തൊട്ട് അതിന്റെ പ്രസിഡന്റ്. അതിൽ കുറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധയിൽ വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സെക്രട്ടറിയൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ അതിന് താല്പര്യം എവിടെയായിരുന്നാലും ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിലെ അംഗം സോളറ്റിന്റെ പിതാവും അമ്മയുടെ പ്രസിഡന്റും നമുക്ക് മലയാള സിനിമാ ലോകത്തെ ഹാസ്യ സാവറാണ് ശ്രീ ഇന്നസെന്റ് അവരുടെ ഈ യോഗത്തിലേക്ക് എല്ലാവരുടെയും തിരിഞ്ഞാൽ സാധിക്കും. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ എ മോഹൻദാസിനെയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ തനതായിട്ടുള്ള പ്രോജക്റ്റ് വിദ്യാനിധി അത് എനിക്കാണ് വെച്ച് നേടിയത്. വളരെ ഭാഗ്യം കൊണ്ട് 18 കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള സംഖ്യ അതിനെ നമുക്ക് പിരിച്ചു കിട്ടി. അദ്ദേഹം ആ ഒരു പ്രോജക്റ്റുമായിട്ട് ഇനിയുള്ള വർഷങ്ങളിൽ മുഴുവനും നമ്മുടെ ഒപ്പം ഉണ്ടാകും. നിങ്ങളുടെ അവരുടെയും പേരിൽ നമ്മുടെ പ്രിയങ്കരനായ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ മോഹൻദാസ് അവരെ ഞാൻ സ്വാഗതം ചെയ്തോളൂ. മൾട്ടിപ്പിൾ ട്രഷറർ എനിക്ക് തോന്നുന്നത് ലയൺ ജോർജ് ഡി ദാസ് ഗവർണർ ആയിരുന്ന കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? യെസ്. അപ്പോൾ അദ്ദേഹം ഖജാൻജി എപ്പോഴും ആവും. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടായിരിക്കാം നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ മനോഹരമായ 102 ഹാർട്ട് സർജറി ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ ഉന്നതിയിലേക്ക് നയിച്ച പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജോർജ് ഡി ദാസ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഞാൻ പ്രതിനിധീകരിക്കുന്ന ക്ലബ്ബ് ലയൺസ് ക്ലബ് ഓഫ് ഇരിഞ്ഞാലക്കുട. അതിൻ്റെ ചാർട്ടർ പ്രസിഡന്റാണ് ലയൺ കെ പി ജോൺ. 50 വർഷം തികയാൻ പോവുകയാണ്. 48 ഇപ്പോഴും ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ അപ്പച്ചൻ, അങ്ങനെ വേണമെന്നെനിക്ക് പറയാം, ലയൺ കെ പി ജോൺ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അവരെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ മറ്റുള്ള പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരെയാണ്. ഒരിക്കൽ ഒരു പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞൊരു കഥ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഒരു ഗുഡ്സ് ട്രെയിൻ പോവുകയാണെങ്കിൽ ഫ്രണ്ടില് ഭാരം കൂടുതലാണെങ്കിൽ 2 ഇഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞ് ബോഗികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പുറകിലായിട്ട് ചെറിയൊരു തീപ്പെട്ടി പോലത്തെ സാധനം കാണാം. അദ്ദേഹം വിവരിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ഡിസ്ട്രിക്റ്റിന് 3 ഇഞ്ചിനാണ് ഗവർണർ, അതിന് തൊട്ട് പുറകെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ്. അങ്ങനെ 3 ഇഞ്ചിനുമായിട്ട് ഈ 98 ക്ലബിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പുറകിലെ ആ ചെറിയ ബോഗിയിൽ നിന്ന് പച്ചക്കൊടി വീശാൻ അതാണ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സ് എന്ന് പറഞ്ഞത്. എനിക്ക് അത് മുഴുവൻ അറിയില്ല, ചിലപ്പോഴല്ല, തീർച്ചയായിട്ടും ശരിയായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ 324 E2 എല്ലാ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ആനന്ദ് മേനോൻ, ലയൺ TJ തോമസ്, ലയൺ അഡ്വക്കേറ്റ് മധുസൂദനൻ, ലയൺ എഞ്ചിനീയർ TK നാണുകുട്ടൻ, ലയൺ ഡോക്ടർ TR ലൂയിസ് എന്നിവരെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റാണ്. ഏത് പ്രോഗ്രാം ഇരിഞ്ഞാലക്കുട ഈ പ്യൂർ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റിന്റെ എന്റേതായിട്ടുള്ള എനിക്ക് തന്നിരിക്കുന്ന ജോലി എന്തുമാത്രം കൃത്യതയോടുകൂടി ചെയ്യണം എന്ന് എന്നും വൈകുന്നേരം ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി തരും. ഇന്നത്തെ ഈ മീറ്റിംഗും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് അദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഇനി നിങ്ങളെ ഓരോരുത്തരുമായാണ് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്.
പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്പൗസസ് വന്നിട്ടുണ്ട്, റീജിയൻ ചെയർപേഴ്സൺസ് ഉണ്ട്, സോൺ ചെയർപേഴ്സൺസ് ഉണ്ട്, ക്ലബുകളിലെ PSTs ഉണ്ട്, മറ്റുള്ള വ്യക്തികളുണ്ട്. സ്വീഡനിൽ നിന്നുള്ള ലയൺസ് ക്ലബിൽ നിന്ന് വന്നിട്ടുള്ള യെസ്, നാവന് പെട്ടെന്ന് പറഞ്ഞാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആരുടെയും പേരില് നിങ്ങളെ ഓരോരുത്തരും ഞാൻ സ്വാഗതം ചെയ്യാൻ His gracious lady, Lion Karin Altblad, she is also here. From Lions Club of Vallentuna, Sweden. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ സഹധർമ്മിണിയാണ്. കഴിഞ്ഞ ജൂൺ 15 മുതൽ രാത്രി പലപ്പോഴും വരുന്നത് 1 മണിക്കോ 1:30ക്കോ. ഒരു പരിഭവം പറയാതെ വാതിൽ തുറന്നു തരും, അല്ലാതെ നിവൃത്തിയില്ല. അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും പുറകിൽ നിന്ന് ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ഒട്ടേറെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവരെയും നിങ്ങളെവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുകയാണ്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു അരമണിക്കൂർ വൈകിയാണ് ഓടുന്നത്. താങ്ക് യു വെരി മച്ച്. മാസ്റ്റർ സർവണി ലയൺ ടോണി ജി വത്തക്കുഴി, ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. Only one word. Since I am entrusted with the duty of inauguration of this program, I do hereby nominate Lion V. Thomason as the presiding officer of this meeting. Thank you, sir. KG രാമമൂർത്തി സാറിൽ നിന്ന് ഒരു മരണാവശ്യവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് we have this confusion. Now the inauguration of the celebration by Lion Advocates Somomar MJF of District Governor. The presiding officer of the meeting, District Chairperson Lion V. Thomason, the most respected Chief Guest of the day, Chairman ISRO Dr. K. Radhakrishnan, എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ ഇന്നസെന്റ്, immediate past District Governor Lion A. Mohandas, Vice District Governors Lion Advocate M. V. Surya Prabha and Lion Nandakumar Kottara, the most respected past District Governors, other dignitaries on the dais, off the dais, especially the two guests, Lion Benget and Lion Karin from Lions Club of Vallentuna, Sweden, and dear brothers and sisters in Lionism. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ KG രാമകൃഷ്ണമൂർത്തിയാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ അമ്മ ഇന്ന് കാലത്ത് പെട്ടെന്ന് മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്നറിയിക്കുകയാണ് ഉണ്ടായത്. Maybe a missing link. അമ്മൂമ്മയാന്ന് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പറഞ്ഞു. സംബഡി വെരി ക്ലോസ് ടു ദ മരുമകൻ മരണപ്പെട്ടതിനാൽ വരാൻ കഴിയില്ല എന്നറിയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേരാതിരുന്നത്. എന്തായാലും പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ KG രാമകൃഷ്ണമൂർത്തിയുടെ ആശംസകൾ ലയൺ V. തോമാച്ചനെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ലയൺ സുഹൃത്തുക്കളെയും അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതം എന്നത് ലൈഫ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് എന്നാരോ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ടോട്ടാലിറ്റി ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് ആണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഇത്തരം ഒരു വേദിയിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയത് എന്നുള്ളത്. 200 സ്കൂളുകളിൽ ശുദ്ധജല വിതരണം എത്തിക്കുക എന്നൊരു പ്രൊജക്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങൾ ഉയർന്നു.
സ്കൂളുകളിൽ ശുദ്ധജല വിതരണം നടത്തുന്നതിന്റെ കാര്യമെന്ന്. സ്കൂളുകളിൽ 200 സ്കൂളുകളിൽ ശുദ്ധജല വിതരണം നടത്തുന്നത് പ്രായോഗികമാണോ? ശുദ്ധജല വിതരണം കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ആവശ്യമായ സംഗതിയാണോ എന്നൊക്കെ. പക്ഷെ പലപ്പോഴും ഞാൻ ഇതിനു മുൻപ് സൂചിപ്പിച്ച പോലെ പലപ്പോഴും പല സ്കൂളുകളിലും നമ്മുടെയൊക്കെ കുട്ടികൾ, നമ്മുടെ പ്രിയങ്കരായ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ആ പരിസരം നോക്കിയാൽ, കുടിക്കുന്ന വെള്ളം നോക്കിയാൽ, ആ ടാങ്കിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും ശുദ്ധജലമല്ല എന്ന്. വളർന്നു വരുന്ന തലമുറയുടെ ആരോഗ്യം പരിപാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അത്തരം ഒരു കാഴ്ചപ്പാട് വേണം, അത്തരം ഒരു നോട്ടം വേണം എന്നതുകൊണ്ട് തന്നെയാണ് 200 സ്കൂളുകളിൽ ശുദ്ധജല വിതരണം എത്തിക്കുക എന്നൊരു പ്രൊജക്റ്റിന് ഞാൻ തയ്യാറായതും അതിൻ്റെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സണായിട്ട് ലയൺ വി എ തോമസിനെ നിയമിച്ചതും. വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഡിസ്ട്രിക്റ്റിലെ 99 ക്ലബ്ബുകളുടെ സഹകരണത്തോടുകൂടി 5 മാസത്തെ നിതാന്തമായ പ്രവർത്തനത്തിലൂടെ 100 സ്കൂളുകളിൽ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ തീർച്ചയായും ഇത് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകിയ ലയൺ വി എ തോമസിനെയും ഹാർദമായി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം കാഴ്ചപ്പാടും ഇത്തരം പ്രവർത്തനവും തന്നെയാണ് പ്രിയങ്കരനായ ഇന്റർനാഷണൽ പ്രസിഡന്റ് പറഞ്ഞത് ഐ ബിലീവ് എന്നതിലൂടെ. നമുക്കൊക്കെ വേണ്ടത് ബിലീഫാണ്, വെറും ചിന്തകളല്ല, തിങ്കിങ് അല്ല എന്നുള്ളത്. ബിലീഫും തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിലീവ് എന്നതിന് അദ്ദേഹം നൽകിയ 3 ഇൻഗ്രീഡിയൻസ് കറേജ്, കമ്മിറ്റ്മെന്റ് ആൻഡ് ആക്ഷൻ എന്നതാണ്. ഒരു പദ്ധതി വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള നമ്മുടെയൊക്കെ കറേജ്, അത് നടപ്പിലാക്കും എന്ന നമ്മുടെയൊക്കെ കമ്മിറ്റ്മെന്റ്, അത് നടപ്പിലാക്കാനുള്ള നമ്മുടെ അശ്രാന്ത പരിശ്രമം, ആക്ഷൻ, ഇത് 3 ഒത്തുചേർന്നപ്പോഴാണ് ഈ ഡിസ്ട്രിക്റ്റിൽ 100 സ്കൂളുകളിൽ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് എന്നതാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് നേടാൻ കഴിയുന്നത്. പലപ്പോഴും നമുക്ക് തോന്നും പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്ന്. പല കാര്യങ്ങളിലും അത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, നമുക്കൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മുടെ കഴിവിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിൽ നടത്തിയ ഈ ചെറിയ പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എത്ര സമയമെടുത്താലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും നമുക്ക് കഴിയും, നമ്മളതിന് പ്രാപ്തരാണ് എന്ന് തെളിയിച്ച വലിയൊരു സ്ഥാപനത്തിന്റെ മേധാവിയാണ് ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ഈ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കുന്നത് എന്നതാണ്. ചോദ്യം, എന്ത് കാര്യം ചെയ്യാനും നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. ഒരു പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ നടത്താൻ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. കോസ്വെൽ സാവേരി പറഞ്ഞ പോലെ, ഐസ് ദാറ്റ് ലുക്ക് ആർ കോമൺ, ഐസ് ദാറ്റ് സീ ആർ റെയർ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ എന്തൊക്കെ നോക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എന്തൊക്കെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചിന്തിക്കണം, ഏത് സ്ഥിതിയിൽ നിന്നുകൊണ്ട്, ഏത് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ഏത് ദിശയിലേക്ക് നോക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത്. നമുക്കറിയാം, പടിഞ്ഞാറോട്ട് നോക്കി നിന്നാൽ നമുക്ക് സൂര്യോദയം കാണാൻ കഴിയില്ല. സൂര്യോദയം കിഴക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നോക്കുമ്പോൾ തന്നെയാണ് നമ്മൾ സൂര്യോദയം കാണുന്നത്. ഒരു വലിയ പ്രസ്ഥാനത്തിലെ, ലോകത്തെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയിലെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്
നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ സ്ഥാനമൊക്കെ, നമ്മുടെയൊക്കെ പ്രവർത്തനമൊക്കെ, നമ്മുടെയൊക്കെ അംഗത്വമൊക്കെ, a position yourself is to receive, not to resist എന്നുള്ളതാണ്. എന്തിനേയും എതിർക്കലല്ല നമുക്ക് ആവശ്യം, മറിച്ച് എന്തിനേയും സ്വീകരിക്കുക എന്നുള്ള